അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഈ നിമിഷം അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ലോക അവസാനം വരെ എല്ലാ നാളുകളിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ ഇതാ വിശുദ്ധ കുർബാനയായി അപ്പമായി നമ്മുടെ മുമ്പിലായിരിക്കുന്നു. ആ നല്ല ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോക അവസാനം വരെ എല്ലാ നാളുകളിലും ഞങ്ങളുടെ കൂടെയുള്ള യേശു ക്രിസ്തുവേ, വിശുദ്ധ കുർബാനയിൽ അങ്ങ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും അങ്ങ് വർഷിക്കണമേ. അങ്ങയുടെ ആത്മാവിനാല് എന്നെ നയിക്കുവാനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവന റൂഹായേ പറന്നിറങ്ങുക വേഗം, ശാന്തിദായകനേ അറിയുക എൻ്റെ ദാഹം. പാവന റൂഹായേ പറന്നിറങ്ങുക വേഗം, ശാന്തിദായകനേ അറിയുക എൻ്റെ ദാഹം. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ
the Lord. Praise the Lord. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, ആത്മീയ യാത്രയിൽ നമ്മൾ നടന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മൾ അതിജീവിക്കേണ്ടി വരുന്ന പ്രലോഭനങ്ങളുടെ, കെണികളുടെ 3 താഴ്വരകൾ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗരാജ്യം ലക്ഷ്യമാക്കുള്ള യാത്രയിൽ നമ്മൾ ചിലപ്പോൾ വീണു പോകാൻ സാധ്യതയുള്ള, കെണിയിൽപ്പെട്ടുപോകാൻ സാധ്യതയുള്ള 3 അപകട കുഴികൾ ഈശോ ചൂണ്ടിക്കാണിച്ചു തന്നതാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 34 മുതൽ വചനങ്ങളിൽ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് നമ്മൾ: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ശിക്ഷാവിധിയുടെ ദിവസം വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കണം. ഈ കരുത്തില്ലാതെ വന്നാൽ നമ്മൾ ദുർബലരായി പോകും. ആത്മീയ യാത്രയിൽ നമ്മൾ ചില കെണികളിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശേഷി ചോർന്നു പോകും, ചില കെണികളിൽ നമ്മൾ പെട്ടുപോകും എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായി നമ്മുടെ മനസ്സിൻ്റെ ബലം ചോർത്തിക്കളയുന്ന കെണികൾ. ഒന്നാമത്തെ കെണി സുഖലോലുപതയാണെങ്കിൽ, രണ്ടാമത്തെ കെണി പ്രത്യേകമായി മദ്യാസക്തി എന്ന് പഠിപ്പിക്കുന്നു. മദ്യം എന്ന് പറഞ്ഞു വച്ചാൽ നമ്മുടെ ശേഷികളെല്ലാം ചോർത്തിക്കളയുന്ന പാനീയമാണ്. ആ കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ദുർബലരായി പോകും, അവിടം വരെ എത്താൻ പറ്റുകയില്ല എന്നാണ് ഈശോ നമ്മൾ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ദൈവമക്കൾ അനവധി പേര് ഈ കെണിയിലങ്ങ് പെട്ടുപോവുകയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കണമെന്ന്, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്, ദൈവിക സ്നേഹം അനുഭവിക്കണമെന്ന്, പരിശുദ്ധാത്മാവ് നിറയണമെന്ന്. പക്ഷേ ഇവരറിയാണ്ട് ഈ ലഹരി വസ്തുക്കളുടെ കെണിയിൽപ്പെട്ടു പോവുകയാണ്. മദ്യമെന്ന് പറയുന്നത് നമ്മളെ മയക്കുന്ന ഒരു ലഹരി വസ്തുവാണ്. ഇങ്ങനെ നമ്മളെ മയക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് ലഹരി വസ്തുക്കളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. നമുക്കറിയാം, നമ്മൾ ചില പാനീയങ്ങൾ കുടിക്കുന്നത് കണക്കാക്കുക. ഇത് കുടിക്കാൻ നമുക്കൊരു ആകർഷണം തോന്നും, അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് ഉണർവ് തോന്നും. പക്ഷെ സംഭവിക്കുന്നത് അല്പസമയം കഴിയുമ്പോൾ ആദ്യത്തേതിനേക്കാൾ നമ്മൾ ദാഹിച്ചു, നമുക്ക് ക്ഷീണം ഉണ്ടാകുകയാണ്, പിന്നെയും നമുക്ക് കുടിക്കാൻ തോന്നും. ഇത് കുടിക്കുമ്പോൾ സംഭവിക്കും, ആ കുടിക്കുന്ന നേരത്തിൽ ഉണർവുണ്ടെങ്കിലും പിന്നെയും നമ്മുടെ ശേഷി ചോർത്തിക്കളയാം. അതായത് നമ്മുടെ ശേഷി ചോർത്തി നമ്മളെ ദുർബലമാക്കുന്ന ഏതൊരു വസ്തുവിനെയും ഞാൻ മദ്യമെന്ന് വിളിക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുനടക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടായിരിക്കാം, അല്ലെ നിങ്ങൾ വായിക്കുന്നൊരു പുസ്തകമായിരിക്കാം, നിങ്ങൾ കഴിക്കുന്നൊരു പാനീയമായിരിക്കാം, നിങ്ങൾ ആഹരിക്കുന്നൊരു ഭക്ഷണമായിരിക്കാം. എന്താണ് നിൻ്റെ ശേഷി ചോർത്തിക്കളയുന്നത്? അതാണ് മദ്യം. നിന്നെ മയക്കുകയാണ്. ലക്ഷ്യത്തിലെത്താതിരിക്കാൻ വേണ്ടി നിന്നെ മയക്കുന്നതാണ് മദ്യം. ആ മയക്കത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ലക്ഷ്യമെത്താൻ പറ്റുകയില്ല. ഇപ്പോൾ ചില കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തിരി ഹാൻഡ്സ് വായിലിട്ട് കഴിഞ്ഞാൽ ആ നേരത്തിൽ ഉണർവ് തോന്നിയാലും അവന് പിന്നീട് അവൻ്റെ ഓർമ്മശക്തി മന്ദീഭവിച്ചു, ബുദ്ധിശക്തി മന്ദീഭവിച്ചു, അവന് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുകയില്ല. അതാണ് അവന് മദ്യം. അതായത് അവൻ്റെ മാനുഷികമായ ശേഷിയെ നശിപ്പിച്ച് കളയുന്ന എന്തോ ആ മയക്കിൽ നീ പെട്ടുപോകരുത്. ഇന്ന് ആത്മീയതയിൽ താല്പര്യത്തോടെ കടന്നു വന്ന പല ആളുകളും ജീവിതത്തിൽ നെട്ടോട്ടത്തിൽ ഇങ്ങനെയുള്ള ചില മയക്കുമരുന്നുകളിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവിക സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റാത്തത്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ വായിക്കുന്നതാണ് മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന്. ഗലാത്യക്കാർക്ക് എഴുതി വച്ച ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാണ് പൗലോസ് ആരംഭിക്കുന്നത്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, പോഷണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെക്കണം. മദ്യപാനം, മധുരോത്സവം. എന്നിട്ട് അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്: ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അതായത്
പണ്ടേയുള്ള താക്കീതാണെന്ത്? കൊലപാതകം പോലെയും വ്യഭിചാരം പോലെയും മോഷണം പോലെയും നീ ദൈവരാജ്യത്തിലേക്ക് പോകുന്ന തടസ്സപ്പെടുത്തുന്ന വലിയൊരു കെണിയാണ് മദ്യപാനമെന്നും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ വചനത്തിൻ്റെ തീഷ്ണതയും തീവ്രതയും മനസ്സിലാക്കാത്തതുകൊണ്ട് ആളുകൾ വിചാരിക്കും മദ്യപിക്കുന്നത് സാധാരണ സംഭവമാണെന്നും കുഴപ്പമില്ലെന്നും. അത് വെറും ദുശീലമാണ്, ചെറിയൊരു ബലഹീനതയാണ്, ചെറിയൊരു കീഴ്വഴക്കമാണ് എന്നൊക്കെ പറഞ്ഞ് ലാഘവപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. പക്ഷേ തിരുവചനം എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഉറപ്പിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. അല്ലെങ്കിൽ അവന് കുറച്ചെങ്കിലും സാധിക്കുമെന്നല്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മയക്കിക്കളയുന്ന ഒരു വസ്തുവാണ് മദ്യം. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉയരുകയില്ല, വളരുകയില്ല, ഭൗതികമായിട്ടും ഉണ്ടാവുകയില്ല, ആത്മീയമായും ഉണ്ടാവുകയില്ല എന്നാണ് ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ചില യുവജനങ്ങളായ മക്കൾ വലിയ മദ്യത്തിലൊന്നും പെട്ടില്ലെങ്കിലും അവർ ഇത്തിരി വായി വെക്കുന്ന ഹാൻസ് ആകാം, ഇത്തിരി കഞ്ചാവാകാം, ഇത്തിരി മയക്കുമരുന്നാകാം. ഇതാണ് അവരെ പരാജയപ്പെടുത്തുന്നത്, ഇതാണ് അവരെ നശിപ്പിച്ച് കളയുന്നത്. വല്ലപ്പോഴും തമാശയ്ക്ക് കൂട്ടുകൂടിയൊക്കെ തുടങ്ങിയ ഈ ഒരു ദുശീലം, ലഹരി വസ്തുക്കളുടെ ദുശീലം, ഇതിവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സർഗാത്മക കഴിവുകളെയും പരാജയപ്പെടുത്തി കളയാം. ഞാൻ ഇവിടെയൊക്കെ ധ്യാനത്തിൽ വരുന്ന ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന മക്കളായിരിക്കാം, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് മക്കളായിരിക്കാം, മറ്റ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചത് മക്കളായിരിക്കാം, കലാലയങ്ങളിൽ ഉയർന്ന നിലയിൽ പഠിക്കാൻ സാധ്യത കിട്ടിയവരായിരിക്കാം. പക്ഷേ ചിലരൊക്കെ 1 വർഷം കഴിഞ്ഞ് തോറ്റുപോയി. 3 വർഷം പഠിച്ചിട്ടും പേപ്പറൊന്നും കിട്ടിയില്ല. 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടും കുറേ പേപ്പറുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ കേൾക്കുന്നു. ഇവർക്ക് പഠിക്കാനും പരീക്ഷ എഴുതാനും പറ്റാതെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ലഹരി വസ്തുക്കളോട് അവർക്ക് തോന്നിയ അഭിവാഞ്ചിയാണ്. ചിലപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ തമാശയ്ക്ക് ഇത്തിരി ബീര് കഴിച്ചു തുടങ്ങിയായിരിക്കാം, അല്ലെ ആരെങ്കിലും കൊടുത്ത് ഇത്തിരി പോരുന്ന ഹാൻസ് വായി വെച്ച് തുടങ്ങിയായിരിക്കാം, അല്ലെ ഏതെങ്കിലും പാർട്ടിക്ക് പോയി കഴിച്ച ഇത്തിരി പോരുന്ന മദ്യം ഉള്ളിൽ ചെന്നായിരിക്കാം. ലഘുവായി തുടങ്ങി, ഒരു രസമായി തുടങ്ങി, ഒരു കൂട്ടായി തുടങ്ങി. ഇത് പിന്നീട് അവരുടെ എല്ലാ സർഗാത്മക ശേഷികളെയും നശിപ്പിച്ചു. ഓർമ്മശക്തി പോയി, ബുദ്ധിശക്തി പോയി, ഒന്നും പഠിച്ച് തലയിൽ കയറുന്നില്ല, ഒന്നും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, പരീക്ഷയ്ക്ക് തോറ്റും. ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴത്തേയും രണ്ടാമത് പരിശ്രമിക്കുമ്പോൾ ഒട്ടും ആകാത്തതുകൊണ്ട് പിന്നെയും തോറ്റും. പിന്നെയും ഇതിൻ്റെ വിഷമം മാറാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കളിൽ പോയിട്ട് പരിശ്രമിച്ച് പിന്നെയും തോറ്റും. ഒരു 3-4 തോൽവിയാവും അവൻ ചിന്തിക്കും, പിന്നെ ഇങ്ങനെ തന്നെ ആവുള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയാണ്. അതായത് നിന്നെ നശിപ്പിക്കാൻ പിശാച് കണ്ടെത്തിയ വലിയൊരു കെണിയാണ് ഈ ലഹരി വസ്തുക്കളുടെ കെണി എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 10:10 ഈശോ പഠിപ്പിച്ചു, കള്ളം വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. കള്ളൻ എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, നശിക്കണമെന്ന്. ആ നശിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വിധത്തിൽ മനുഷ്യ മനസ്സുകളെ വഴിതെറ്റിക്കാമോ, മനുഷ്യ മനസ്സുകളെ വിഭ്രമിപ്പിക്കാമോ, മനുഷ്യ മനസ്സുകളെ താഴ്ത്താമോ, അത് പിശാച് പരിശ്രമിക്കും. അതിന് അവൻ കണ്ടെത്തിയ മാർഗമാണ് നിൻ്റെ ഈ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകൾക്കുള്ളിൽ എല്ലാം മറക്കാൻ വേണ്ടി ഇത്ര ലഹരി വസ്തുക്കളിൽ പോകാൻ വേണ്ടി. അതായത് നിൻ്റെ നേർവഴി നിന്നിൽ നിന്ന് മയക്കി മാറ്റുന്ന, ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിന്നെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു വസ്തുവും മദ്യമാണ്. ആ മദ്യാസക്തിപ്പെട്ടു കഴിഞ്ഞാൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്നാണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഉണർവും ചൈതന്യവും നിന്നിൽ നിന്ന് മയക്കിക്കളയുകയാണ്. അത് ഈ ലഹരി വസ്തു എന്ന് പറയുന്നത് മദ്യമോ ഹാൻസോ കഞ്ചാവോ മാത്രമല്ല. ചിലപ്പോൾ നീ വായിക്കുന്ന ഒരു പുസ്തകമായിരിക്കാം, നീ കാണുന്നൊരു സിനിമയായിരിക്കാം, അല്ലെ നീ കൊണ്ടുനടക്കുന്ന കൂട്ടായിരിക്കാം, നിൻ്റെ ഒരു പാർട്ടിയുള്ള ബന്ധമായിരിക്കാം. ഇത് ഏതെങ്കിലും നിന്നെ ആത്മീയ ജീവിതത്തിൽ നിന്നെ മയക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോഴൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ചിലർ വായിക്കുന്ന പുസ്തകങ്ങൾ സെക്സിൻ്റെ അതിപ്രസരമുള്ള പുസ്തകങ്ങളിലൂടെ എത്രയോ ആളുകളുടെ മനസ്സാണ് പലപ്പോഴും പാളിപ്പോയിരിക്കുന്നത്. ദൈവിക കാര്യങ്ങൾ മനസ്സിൽ കയറുന്നില്ല, ദൈവിക ചിന്ത ഉള്ളിൽ കയറുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിലൊക്കെ അശുദ്ധിയാണ് കിടക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കും,
ഒരു പാത്രത്തിൽ കൂന കൂട്ടിയാൽ മണൽ പാല് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് ഇട്ടാലും അത് ഊർന്ന് താഴെ പോവുകയുള്ളൂ. കാരണം ഈ പാത്രം നിറച്ച് മണലാണ് ഇരിക്കുന്നത്. ഇതുപോലെ എന്ത് ദൈവികമായ വരങ്ങൾ വന്നു വീണാലും നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം നിൻ്റെ ഉള്ളിൽ മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ് കിടക്കുന്നത്. അശുദ്ധമായ പുസ്തകങ്ങൾ, സിനിമകൾ, ചിത്രങ്ങൾ, നെറ്റ്, കാഴ്ചകൾ, സിനിമകളൊക്കെ വന്നു തീർച്ചയായും ദൈവികമായി ഒരു വരവും നിന്നെ നിറയില്ല. ദൈവികമായ ഒരു ഉണർവ് നിനക്ക് കിട്ടുകയില്ല. കാരണം നീ പരാജയപ്പെട്ടു പോവാം. അതുകൊണ്ട് നിന്നെ മയക്കുന്നതാണ് ഇത്തരം ചീത്ത പുസ്തകങ്ങളിൽ നിന്ന് എന്നുള്ള തിരിച്ചറിവും ഈ ദിവസം, ഈ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സെക്സിൻ്റെ അതിപുസ്തകങ്ങളെ കുറിച്ച് മാത്രമല്ല, ചിലപ്പോൾ നീ വായിക്കുന്ന പുസ്തകം നിരീശ്വരത്വമുള്ള പുസ്തകമായിരിക്കാം. നീ വായിക്കുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ അസ്തിത്വ ദുഃഖത്തിൻ്റെ വേവലാതിയെക്കുറിച്ച് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ ആത്മഹത്യയെ പ്രോത്സാഹിക്കുന്ന പുസ്തകങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിരീശ്വരത്വത്തിൻ്റെയോ നിഷ്പ്രയോജനത്തിൻ്റെയോ ഭൗതികവാദത്തിൻ്റെയോ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നതായിരിക്കാം. ഇത് വായിച്ച് കുറേ കഴിയുമ്പം നിനക്കും തോന്നും ഇതൊന്നും ആവശ്യമില്ലെന്നും. എൻ്റെ അടുത്ത് ഒരിക്കലും കൗൺസിലിംഗ് വന്നൊരു പയ്യനെ ഞാൻ ഓർക്കും. എടവപ്പള്ളി കുർബാന കൂടിക്കൊള്ളുന്ന പയ്യൻ, കുറച്ചുകൂടി കഴിയുമ്പം മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിച്ച പയ്യൻ, ഇത്രയോട് വലുതായപ്പോൾ ജീസസ് യൂത്തിൽ പ്രവർത്തിച്ച പയ്യൻ. അവൻ +2 കഴിഞ്ഞിട്ട് ഒരു നഗരത്തിലെ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ അവൻ കണ്ടുമുട്ടിയ കൂട്ടുകാരും അവൻ്റെ ഹോസ്റ്റലിലുള്ള പലരുമൊക്കെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഹോസ്റ്റലിൽ താമസപ്പോൾ അവർ കൊടുത്ത പുസ്തകങ്ങൾ വായിച്ചു, അവർ കൊടുത്ത ലഹരികൾ വായിച്ചു. കുറച്ച് ഇപ്പോൾ അവരുടെ കൂടെ യോഗങ്ങളിൽ പോയി, അവരുടെ പ്രസ്ഥാനങ്ങളിൽ പോയി, ജാഥകളിൽ പോയി. ഇപ്പോൾ ആ പയ്യന് ദൈവവിശ്വാസം എന്നുള്ളതില്ല. നല്ല കുടുംബത്തിൽ വിശ്വാസമുള്ള അപ്പനും അമ്മയ്ക്ക് ജനിച്ചു വളർന്ന ഈ പയ്യൻ 17 വയസ്സ് വരെ ആത്മീയതയുടെ പര്യായമായി നിന്ന പയ്യൻ ഇന്ന് അവൻ പറയാം ഇതിലൊന്നും കാര്യമില്ലെന്ന്. കാരണം അവൻ വായിച്ചതും കണ്ടതും കേട്ടതുമായ ഈ കാര്യമൊക്കെ അവനെ മയങ്ങിക്കളഞ്ഞു. അവൻ മയങ്ങിപ്പോയി. ഈ തെറ്റായ ചിന്താരീതികളിൽ അവൻ വീണുപോയി. അതുകൊണ്ടാണ് മനഃശാസ്ത്രം പഠിക്കുന്നവരും ഉന്നതമായ ചിന്തകൾ കൊണ്ട് ദർശകന്മാരും പറഞ്ഞു വെക്കാറില്ലേ, നീ വായിക്കുന്ന പുസ്തകം നിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. അത് അശ്ലീല പുസ്തകങ്ങളെ കുറിച്ച് മാത്രമല്ല, ഏത് തരം ചിന്തകളുടെ പുസ്തകമാണ് വായിക്കുന്നതെന്ന് ഓർക്കണം. നീ എന്നും വായിക്കുന്ന നിരീശ്വരവാദത്തിൻ്റെ പുസ്തകമാണെങ്കിൽ, ഭൗതികവാദത്തിൻ്റെ പുസ്തകമാണെങ്കിൽ, നീ എന്നും കാണുന്ന സിനിമ ആത്മഹത്യയെ പ്രേരിപ്പിക്കുന്നതാണെങ്കിൽ, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പഠിപ്പിക്കുന്നതാണെങ്കിൽ, അറിയാണ്ട് നീയും ആ ട്രാക്കിലേക്ക് തന്നെ പോവുകയും നിൻ്റെ ഉള്ളിലെ കരുത്ത് മുഴുവൻ ചോർന്നു പോവുകയും നീ ദുർബലമാവുകയും ചെയ്യും. ദുർബലമായ എന്താ പ്രത്യേകത? നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ആത്മീയതയുടെ തീരങ്ങളിൽ എത്താൻ മാത്രം കരുത്ത് ലഭിക്കാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ചില ആശയപരമായ മയക്കുമരുന്നുകൾ നിൻ്റെ തലയിൽ കയറുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ മേഖലകളിലെ ആത്മീയമായി മയക്കിക്കളയുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിൻ്റെ അടിമയാണോ ഞാനെന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് മൊബൈൽ ഫോണിൽ അമിതമായ ഭ്രമമായിരിക്കാം, സിനിമയോടുള്ള അമിതമായ ഭ്രമമായിരിക്കാം, സീരിയലിനോടും ടി വിയോടുള്ള അമിതമായ ഭ്രമമായിരിക്കാം. അതാണ് നിൻ്റെ ആത്മീയതയെ തളർത്തിക്കളയുന്നത്. ഇതൊരു മദ്യമാണ്. ഈ മദ്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ മയക്കുന്നത് എന്ത് മദ്യമാണ്, അതിൽ പെട്ടുകഴിഞ്ഞാൽ ആത്മീയമേ വളരുകയില്ല. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും പലരുടെയും സന്ധ്യാപ്രാർത്ഥനകളൊക്കെ കളയുന്നത് ചില സീരിയലുകളാണെന്നറിയാം. സീരിയലുകൾക്ക് വേണ്ടി സന്ധ്യാപ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യാപ്രാർത്ഥന ശുഷ്കമായി പോയി. പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളിൽ പിശാച് കയറി വന്നു. അവിടെ കലഹവും ഭിന്നതയും നാശവും കടന്നു വന്നു. അങ്ങനെ ആ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. കാരണം അത് തുടങ്ങിയത് ചിലപ്പോൾ ഒരു സീരിയലിനുള്ള ഭ്രമമായിരിക്കാം. ഈ ദിവസങ്ങളിൽ ധ്യാനത്ത് വന്നൊരു ഭാര്യയും ഭർത്താവിനെ ഓർക്കും. ഈ ഭാര്യയെ നിർബന്ധിച്ചാണ് ഭർത്താവ് കൊണ്ടുവന്നത്. അച്ഛാ, ഇവർക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛാ, കുടുംബത്തിൽ പിള്ളേരെല്ലാം തെറ്റിപ്പോയി അച്ഛാ. അതായത് 16 വയസ്സിന് മുകളിലുള്ള 3 മക്കളുടെ അപ്പനും അമ്മയും വന്നിരിക്കുന്നത് 50 വയസ്സ് പ്രായമുള്ള ദമ്പതിമാർ. പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അച്ഛാ, അവരങ്ങനെ പാളിപ്പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു, അച്ഛാ ഇതെല്ലാം കാരണം ഇവളാ. അയാൾ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ സാധാരണ പോലെ നിർദോഷമായി കുറ്റപ്പെടുന്നതാണെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചു, എന്തിനാ കുറ്റപ്പെടുന്നത്? അച്ഛാ വേറെ ഒന്നും അല്ല അച്ഛാ, കാര്യം ഞാൻ മദ്യപിക്കില്ല അച്ഛാ, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാ അച്ഛാ, ഞാൻ സാമാന്യ വീട്ടിൽ എല്ലാ കാര്യവും നോക്കുന്ന അച്ഛാ, പൈസ കൊടുക്കുകയും ചെയ്തു, പക്ഷേ വീട്ടിൽ കുരിശ് വരെയില്ല അച്ഛാ, വീട്ടിൽ പ്രാർത്ഥനയില്ല അച്ഛാ. പ്രാർത്ഥിക്കേണ്ട നേരം ആകുമ്പോഴേക്കും ഇവിടെ ഓരോരോ കാര്യങ്ങൾ സിനിമയും ടി വിയും കൊണ്ടിരിക്കുക അച്ഛാ.
ഒരു ദിവസം 5-6 സീരിയൽ കണ്ടിരിക്കുക അച്ഛാ. അതിൻ്റെ മയക്കോ ക്ഷീണം കൊണ്ട് കുരിശുവരക്കായിരിക്കും ഉറങ്ങിപ്പോവും പകൽ മുഴുവൻ കണ്ട്. ഈ കുരിശുവര ഇല്ലാത്തപ്പോൾ തന്നെ അന്നേ ഞാൻ പേടിച്ചാച്ചാ. ഇന്ന് പിള്ളേരൊക്കെ വഴുതിട്ട് പോയപ്പോൾ ഇവളും കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ധ്യാനിക്കാൻ വരാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഈ സീരിയലുകളും സിനിമകളും ഒക്കെ ആ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു ലഹരി വസ്തു പോലെയായി ഇതൊക്കെ. ഈ ലഹരി വസ്തു പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണരാൻ പറ്റുകയില്ല. ലഹരി വസ്തു ഇട്ടാൽ മയങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതായത് മദ്യം എന്ന് പറയുന്നത് കുടിക്കുന്ന പാനീയം മാത്രമല്ല, നിന്നെ മയക്കുന്ന എന്തും മദ്യമാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നീ കാണുന്ന സീരിയലുകൾ പോലും ആ ചിന്തയിലേക്ക് എത്തുകയാണ്. ഇത് നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ? മനഃശാസ്ത്ര പഠനങ്ങളിലൊക്കെ കാണുന്ന സിനിമകളിലെ കഥകളും സംഭാഷണങ്ങളും ആ ശൈലികളുമൊക്കെ അനവധി പേരെ സ്വാധീനിക്കുമെന്നും മോഷണം നടത്താനും കൊലപാതകം ചെയ്യാനും അശുദ്ധമായ തിന്മകളിൽപ്പെടാനും ഒരുപാട് കൗമാരപ്രായത്തിൽപ്പെട്ട കുട്ടികളെ മുഴുവൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്താരീതിയാണ്. അതായത് ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തും മദ്യവും മയക്കുമരുന്നും. അത് ഞാൻ ഓർത്തു വെക്കും. മദ്യത്തെക്കുറിച്ചും ഹാൻഡ്സിനെക്കുറിച്ചും മാത്രമല്ല, മോശം പുസ്തകങ്ങൾ, മോശം സിനിമകൾ, TV സീരിയലുകൾ, ഭൗതികവാദത്തിൻ്റെ ചിന്താരീതികൾ, ആ കൂട്ടുകെട്ട്, ആ പ്രസ്ഥാനങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ അതിനെ വഴിതെറ്റിക്കുക. അതായത് മദ്യാസക്തി പെട്ടുകഴിഞ്ഞാൽ നീ എന്നും പാളിപ്പോണം. മദ്യം കഴിക്കുന്ന ആളും ഏതൊരാളും മയക്കി കഴിഞ്ഞാൽ അവന് കാലുറക്കില്ല, അവൻ വേച്ചു പോവും. ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റാതെ ആടി വേച്ച് പോകുന്ന തലമുറയെ കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ലഹരി വസ്തുക്കളുടെ മദ്യാസക്തി പെട്ടിരിക്കുകയാണോ, നമ്മളെല്ലാവരും തന്നെ അതിൽ നിന്ന് മോചനം നേടിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മോചിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും മാനുഷിക പരിശ്രമത്താൽ ചെയ്തു വെക്കാവുന്ന എല്ലാ കാര്യം ചെയ്തു വെക്കണം. അതിനേക്കാൾ ഉപരിയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാ അവരുടെ മേലൊക്കെ നിന്ന് ലഹരിയായി നിറഞ്ഞ് അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മയങ്ങിയ അവസ്ഥയിൽ നിന്ന് അവരെ ഉണർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉണർവിൻ്റെ വരമേകുന്ന പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കെണികളിൽ പെട്ട് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, നല്ല ദൈവമേ, ആത്മീയ യാത്രയില് എല്ലാവരെയും അങ്ങ് ഉണർത്തണമേ. മയക്കുമരുന്നുകളിൽ നിന്ന്, ലഹരി വസ്തുക്കളിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന് എല്ലാവരെയും അങ്ങ് മോചിപ്പിക്കണമേ. പാപത്തിന്റെ, അശുദ്ധിയുടെ, ആസക്തിയുടെ കെണികളിൽ പെട്ടുകിടക്കുന്ന എല്ലാവരെയും അങ്ങ് രക്ഷിക്കണമേ. അവരുടെ മേല് പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനായി ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. പരിശുദ്ധാത്മ ലഹരിയില് അവർ ഉണരട്ടെ. തങ്ങളുടെ ലക്ഷ്യത്തെ മനസ്സിലാക്കി ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുവാൻ പരിശുദ്ധാത്മാവേ അവരെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ കൃപ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.